Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perimba, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. രാജ്യാതിർത്തി പ്രദേശങ്ങളിൽ സൈന്യം പൂർണ്ണമായി തിരിച്ചുപിടിച്ച പോരാട്ടത്തിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാർക്ക് ആദരമർപ്പിച്ച് സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റി കാസർഗോഡിന്റെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകമൊരുക്കിയ യുദ്ധസ്മാരകത്തിൽ സന്ദീപ് വാര്യർ MLAയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ഓപ്പറേഷൻ കാർഗിൽ വിജയ ദിവസ് ആചരിച്ചത്. 2.5 പതിറ്റാണ്ട് മുൻപ് കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്കുണ്ടായ വിജയത്തിളക്കത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റി കാസർഗോഡിന്റെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ ദിവസ് ആചരണം നടത്തിയത്. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത 8 ജവാന്മാരെ ചടങ്ങിൽ ആദരിച്ചു. സുബേദാർ ശശിധരൻ, സുബേദാർ മേജർ അനിൽകുമാർ, സുബേദാർ മേജർ ബിജു P. നായർ, നായബ് സുബേദാർ വത്സരാജ്, ഹവിൽദാർ P. തമ്പാൻ നായർ, പെറ്റി ഓഫീസർ MKV രാജേഷ്, ഹവിൽദാർ VV സന്തോഷ്, സുബേദാർ മേജർ ചെറിയാൻ എന്നിവരെയാണ് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ സന്ദീപ് വാര്യർ MLA ആദരിച്ചത്. 3 തവണ യുദ്ധമുഖത്ത് ഇന്ത്യൻ സൈന്യത്തിനൊപ്പം പോരാടിയ തന്റെ പിതാവിന്റെ ഓർമ്മ MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പങ്കുവച്ചു. ഇന്ത്യൻ ആർമിയോടും ഇന്ത്യൻ ആം ഫോഴ്സിനോട് കടപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് ആം ഫോഴ്സസ് എന്ന് പറയുന്ന എന്റെ കുടുംബത്തിന്റെ ഭാഗമാണ്. ഞാൻ കഴിഞ്ഞ വർഷം ദ്രാസിൽ പോയിരുന്നു. അവിടുത്തെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ പോയി അവിടെ ആദരാഞ്ജലി അർപ്പിച്ചത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. സമയത്ത് 99-ൽ കാർഗിൽ യുദ്ധമുണ്ടായ സമയത്ത് ഞാൻ നിങ്ങളെ പോലെ ഒരു കോളേജിൽ ചേർന്ന വിദ്യാർത്ഥിയാണ്. വളരെ ആശങ്കയോടും അതേസമയത്ത് അഭിമാനബോധത്തോടും കൂടിയിട്ടാണ് ഓരോ ദിവസത്തെയും വാർത്തകൾ നടന്നത്. ചടങ്ങിൽ സോൾജിയേഴ്സ് ഓഫ് KL-14 പ്രസിഡന്റ് E. ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിജു P. നായർ, ഗ്രാമപഞ്ചായത്ത് അംഗം ഫായിസ് ബേരിച്ചേരി, സ്കൂൾ പ്രധാനാധ്യാപിക EK ബൈജ, PTA പ്രസിഡന്റ് UP ഷെരീഫ്, സോൾജിയേഴ്സ് ഓഫ് KL-14 അഡ്മിൻ ഷസിൻ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പായസ വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്. റോഡിൽ കുഴിയും വെള്ളക്കെട്ടും അപകട ഭീഷണിയാകുന്നു. പിലാത്തറ മാതമംഗലം റോഡിൽ പിലാത്തറ CM നഗർ റോഡിന് സമീപത്തായാണ് റോഡിൽ കുഴികളും വെള്ളക്കെട്ടും രൂപപ്പെട്ടിരിക്കുന്നത്. പിലാത്തറ മാതമംഗലം റോഡിൽ പിലാത്തറ CM നഗർ റോഡിന് സമീപത്തായാണ് കുഴിയും വെള്ളക്കെട്ടും രൂപപ്പെട്ടിരിക്കുന്നത്. ദിവസവും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡ് കൂടിയാണിത്. ഇരുചക്ര വാഹനയാത്രക്കാർക്കാണ് ഇത് കൂടുതൽ ഭീഷണിയായി മാറിയത്. മഴവെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ കുഴി പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാൻ കഴിയുന്നില്ല. അതിനാൽ കുഴിയിൽ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്ന് ജനങ്ങൾ പറയുന്നു. നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ അധികൃതർക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ പിലാത്തറ മാതമംഗലം റോഡ് നവീകരണ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. ടാറിംഗ് പ്രവൃത്തി പൂർത്തിയാകാൻ മാസങ്ങൾ വേണ്ടിവരും. അതുവരെയെങ്കിലും റോഡിലുണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാനും കുഴികൾ അടയ്ക്കാനുമുള്ള നടപടി എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. നാടിന്റെ ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ കാവലാളാവുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ച് കാർഷിക സഹകരണ സംഘം കൈരളി അഗ്രികൾച്ചറൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെറുവത്തൂർ ബ്രാഞ്ചിന്റെ 3ാം വാർഷികാഘോഷ ഭാഗമായാണ് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ആദരവൊരുക്കിയത്. സുസ്ഥിര കൃഷിരീതിയിലൂടെ മണ്ണിലെ കാർബണിന്റെ അളവ് കുറയ്ക്കാനും പ്രകൃതി സംരക്ഷണത്തിന് ജൈവകൃഷി പ്രോത്സാഹനവും ലക്ഷ്യമിട്ട് കർഷകർക്കിടയിൽ ഇടപെടുന്ന കൈരളി അഗ്രികൾച്ചറൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കേന്ദ്ര സർക്കാരിലെ സഹകരണ മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിച്ചു വരുന്നത്.
പ്രകൃതി സംരക്ഷണത്തിലൂടെ ആരോഗ്യം സംരക്ഷിച്ച് സമ്പന്നരാവുക എന്ന ആപ്തവാക്യത്തിലൂന്നി കഴിഞ്ഞ 3 വർഷമായി ചെറുവത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെറുവത്തൂർ ബ്രാഞ്ചിന്റെ 3ാം വാർഷികാഘോഷ ഭാഗമായാണ് ചെറുവത്തൂർ പഞ്ചായത്തിലെ 36 ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആദരവൊരുക്കിയത്. സൊസൈറ്റി ചെയർമാൻ കെ വി അശോകൻ ഹരിതകർമ്മ സേനാംഗങ്ങളെ മെഡൽ ചാർത്തി ആദരപത്രം കൈമാറി. സൊസൈറ്റി ചെറുവത്തൂർ ബ്രാഞ്ച് സീനിയർ മാനേജർ കെ വി രജിത അധ്യക്ഷത വഹിച്ചു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നാരായണൻ വ്യത്യസ്ത മേഖലയിലുള്ളവർക്ക് അനുമോദനം നൽകി. വൈസ് പ്രസിഡന്റ് പി വി മിനിമോൾ, കെ എൻ വാസുദേവൻ നായർ, സൊസൈറ്റി സീനിയർ മാനേജർ പി വി ദിലീപ് കുമാർ, ഡയറക്ടർ നിഷ രാജു, പ്രൊമോട്ടർ ദയാനന്ദൻ പത്മാലയം, സോണൽ മാനേജർ ശ്രീജിത്ത് ദേവദാസ്, ഷജിൽനാഥ്, എം വി ശ്രീജിത്ത്, ടി ലത, വി ഷൈനി എന്നിവർ പ്രസംഗിച്ചു. നേരത്തെ 3ാം വാർഷികാഘോഷ ഭാഗമായി കേക്ക് മുറിച്ച് മധുര വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. അർജന്റീന ഫാൻസ് വടശ്ശേരി മുക്കിന്റെ നേതൃത്വത്തിൽ വിവിധ ചികിത്സാ കമ്മിറ്റികൾക്ക് ധനസഹായം നൽകി. വടശ്ശേരി AKG വായനശാല അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ വെച്ച് ഇന്ദിരാ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ പി രാധാകൃഷ്ണൻ ധനസഹായം ഏറ്റുവാങ്ങി. അർജന്റീന ഫാൻസ് വടശ്ശേരി മുക്കിന്റെ നേതൃത്വത്തിൽ വിവിധ ചികിത്സാ കമ്മിറ്റികൾക്ക് ധനസഹായം നൽകി. ഇന്ദിരാ ചികിത്സാ കമ്മിറ്റിക്കും UV സുരേന്ദ്രൻ ചികിത്സാ കമ്മിറ്റിക്കുമാണ് ധനസഹായം കൈമാറിയത്. വടശ്ശേരി AKG വായനശാല അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ വെച്ച് ഇന്ദിരാ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ പി രാധാകൃഷ്ണൻ ധനസഹായം ഏറ്റുവാങ്ങി. അർജന്റീന ഫാൻസ് അവർ ഒരു മാതൃക കാണിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലയിൽ ശ്രീമതി ഇന്ദിരാ ചികിത്സാ സഹായ നിധിയിലേക്കും അതുപോലെ ശ്രീ UV സുരേന്ദ്രൻ ചികിത്സാ സഹായ നിധിയിലേക്കും അവർ തന്നെ സ്വരുക്കൂട്ടിയ ഒരു ചികിത്സാ സഹായം, എളിയ സഹായം അവർ നൽകുകയുണ്ടായി. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി CPM പ്രവർത്തകർ. ആലപ്പടമ്പ ഏറ്റുകൊടുക്കയിലാണ് ആഹ്ലാദ പ്രകടനം നടന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി CPM പ്രവർത്തകർ. ആലപ്പടമ്പ ഏറ്റുകുടുക്കയിലാണ് ആഹ്ലാദ പ്രകടനം നടന്നത്. ഏറ്റുകുടുക്ക സ്കൂൾ പരിസരത്തു നിന്നാരംഭിച്ച പ്രകടനം ഖാദി കേന്ദ്രത്തിനു പരിസരത്തെത്തി തിരിച്ച് ഏറ്റുകുടുക്ക ടൗണിൽ സമാപിച്ചു. CPIM ആലപ്പടമ്പ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി തമ്പാൻ, രതീഷ് വൈക്കത്ത്, ബിന്ദുമോൾ KG, KP കമലാക്ഷൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കർഷക തൊഴിലാളി യൂണിയൻ കുറ്റൂർ വില്ലേജ് സമ്മേളനം ചട്ട്യോളിൽ വെച്ച് നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം വി തങ്കമണി ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി യൂണിയൻ കുറ്റൂർ വില്ലേജ് സമ്മേളനം ചട്ട്യോളിൽ വെച്ച് നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം വി തങ്കമണി ഉദ്ഘാടനം ചെയ്തു. M ശങ്കരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. TV പത്മനാഭൻ രക്തസാക്ഷി പ്രമേയവും രാജീവൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. P ഭാസ്കരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് PV ശങ്കരൻ, ഏരിയ കമ്മിറ്റി അംഗം AV ബിന്ദു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. സതേൺ നേവൽ കമാൻഡ് കോൺട്രാക്ട്സ് വർക്കേഴ്സ് യൂണിയൻ CITU മേഖലാ സമ്മേളനം രാമന്തളി OK സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. TV രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സതേൺ നേവൽ കമാൻഡ് കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ ഏഴിമല മേഖലാ സമ്മേളനം രാമന്തളി OKK സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സതേൺ നേവൽ കമാൻഡ് കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് TV രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് K വിജീഷ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി T ഗോവിന്ദൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ അഭിവാദ്യ പ്രസംഗം നടത്തി. സമ്മേളനത്തിൽ കരാർ തൊഴിലാളികളെ സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കുക എന്ന പ്രമേയം അവതരിപ്പിച്ചു. CD നന്ദകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. K ബാലകൃഷ്ണൻ, V രവീന്ദ്രനാഥ്, KK കൃഷ്ണൻ, KK ഗംഗാധരൻ, KPV രാഘവൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓലയമ്പാടി ഒരുമ സ്വയം സഹായ സംഘത്തിന്റെയും പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. ഡോക്ടർ കേശവൻ വെതിരമന ഉദ്ഘാടനം ചെയ്തു. ഓലയമ്പാടി ഒരുമ സ്വയം സഹായ സംഘത്തിന്റെയും പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. ഓലയമ്പാടി ഓട്ടോ സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന ക്യാമ്പ് ഡോക്ടർ കേശവൻ വെതിരമന ഉദ്ഘാടനം ചെയ്തു.
ഒരുമ സ്വയം സഹായ സംഘം സെക്രട്ടറി AV നിശാന്ത്, പ്രസിഡന്റ് KV മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർമാരായ തുളസി കേശവൻ, M മനുഷ, നഴ്സുമാരായ K സ്മിത, C വിജിഷ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ബ്ലഡ് പ്രഷർ, ഷുഗർ പരിശോധനയും നടന്നു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പയ്യന്നൂർ ബ്രാഞ്ചും സംയുക്തമായി വയോജനങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പയ്യന്നൂർ ബ്രാഞ്ചും സംയുക്തമായി വയോജനങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. V കുഞ്ഞികൃഷ്ണൻ MLA ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഡോക്ടർ VC രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KKS പൊതുവാൾ ക്യാമ്പ് വിശദീകരണം നടത്തി. നിമ്യ KV, സീമ K, രഞ്ജിത് കുമാർ T, സുധാ സന്തോഷ്, ചന്ദ്രൻ MK, ആസിഫ് അലി, TV ജയരാജൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഡോക്ടർ പ്രസിൻ പ്രദീപ്, ഡോക്ടർ വിശ്വൻ KV, ഡോക്ടർ AV ദാമോദരൻ, ഡോക്ടർ ഉമേഷ്, ഡോക്ടർ ഹേമലത തുടങ്ങിയ വിദഗ്ധ ഡോക്ടർമാരാണ് മെഡിക്കൽ ക്യാമ്പിൽ വയോജനങ്ങളെ പരിശോധിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുണിയൻ പുഴക്കര ശ്രീ പെരുമുടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ഡോക്ടർ M ബാലൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. കുണിയൻ പുഴക്കര ശ്രീ പെരുമുടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു. ഡോക്ടർ M ബാലൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്ന ഒരു പുഴ എവിടെ നിന്നോ ഉത്ഭവിച്ച് ഇങ്ങനെ കാലാതിവർത്തിയായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്ന് ജലം സ്വീകരിച്ചുകൊണ്ട്, ജീവജലം സ്വീകരിച്ചുകൊണ്ട് ഓരോ തറവാടുകളും തൻ്റെ സന്തതികളെ ഉൽപ്പാദിപ്പിക്കുന്നു. ചടങ്ങിൽ K ഗംഗാധരൻ അധ്യക്ഷനായി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ അമൃത പുരസ്കാര ജേതാവ് കലാമണ്ഡലം പ്രഭാകരനെയും മറ്റു മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയുമാണ് ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചത്. K ഗിരീഷ് കുമാർ, PK രാഘവൻ നായർ, KOV നായർ, KPK കുഞ്ഞികൃഷ്ണൻ, രാജൻ KOV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കലാപരിപാടികളും അരവിന്ദൻ കൂക്കാനത്തിന്റെ പുല്ലാങ്കുഴൽ വായനയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. IRPC പെരളം നോർത്ത് ലോക്കൽ ഗ്രൂപ്പ് വാർഷിക സംഗമം പുത്തൂർ പുന്നക്കോടൻ സ്മാരക കലാവേദിയിൽ നടന്നു. IRPC ജില്ലാ ഗവേണിംഗ് ബോഡി മെമ്പർ PV ലക്ഷ്മണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. IRPC പെരളം നോർത്ത് ലോക്കൽ ഗ്രൂപ്പ് വാർഷിക സംഗമം പുത്തൂർ പാച്ചേനി പുന്നക്കോടൻ സ്മാരക കലാവേദിയിൽ നടന്നു. IRPC ജില്ലാ ഗവേണിംഗ് ബോഡി മെമ്പർ PV ലക്ഷ്മണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിൽ 12 ലോക്കൽ ഗ്രൂപ്പുകളുണ്ട്. ഏക ലോക്കൽ ഗ്രൂപ്പിന്റെ കൺവീനർ എന്നുള്ളത് രാധാമണിയാണ്. അപ്പൊ രാധാമണിക്ക് പ്രവർത്തനം കൂടുതൽ കൊണ്ടുപോകാൻ ചില പ്രയാസങ്ങൾ ഉണ്ടാവുമല്ലോ, തടസ്സങ്ങൾ. പക്ഷെ ആ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ നന്നായിട്ട് സുഗമമായിട്ട് എല്ലാവരെയും ബന്ധപ്പെട്ടുകൊണ്ട് സുതാര്യമായിട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതൃത്വം തന്നെയാണ്. അതിന് മധുവിന്റെ നല്ലൊരു ഇടപെടലുണ്ട്. ചടങ്ങിൽ K മധു അധ്യക്ഷനായി. രാധാമണി KV, സജിനി K, ഹരികുമാർ P തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. KSKTU കാങ്കോൽ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാങ്കോലിൽ സമാദരം 2026 പരിപാടി സംഘടിപ്പിച്ചു. DYFI കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് K അനുശ്രീ ഉദ്ഘാടനം ചെയ്തു. KSKTU കാങ്കോൽ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാങ്കോൾ ടൗൺ സ്ക്വയറിൽ സമാധാനം 2026 പരിപാടി സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയാണ് ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചത്. സമാധാനം പരിപാടി DYFI കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് K അനുശ്രീ ഉദ്ഘാടനം ചെയ്തു. കേവലം A+ വാങ്ങിയ കുട്ടികൾക്കപ്പുറത്തേക്ക് ഏറ്റവും സാധാരണ ചുറ്റുപാടിൽ നിന്നും വളർന്നു വരുന്ന നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ അവരുടെ റാങ്കിൻ്റെയോ മാർക്കിൻ്റെയോ വ്യത്യാസമൊന്നും കണക്കിലെടുക്കാതെ അവരൊരു വർഷക്കാലം കഠിനമായി പ്രയത്നിച്ച് നേടിയെടുത്ത വിജയത്തിന്റെ മൂല്യം അതത്രമേൽ വലുതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുഴുവൻ ആളുകളെയും അനുമോദിക്കുന്ന പരിപാടിയാണ് KSKTU സംഘടിപ്പിച്ചിട്ടുള്ളത്. ചടങ്ങിൽ ഷീജാസി അധ്യക്ഷയായി. P മോഹനൻ മാസ്റ്റർ, PV ചന്ദ്രൻ, P രാധാകൃഷ്ണൻ, PV തമ്പാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
ബ്ലൂ സ്റ്റാർ ക്ലബ് പയ്യന്നൂരിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സ്പോർട്സ് പ്രേമികൾക്കായി ഓപ്പൺ ടു ഓൾ രീതിയിൽ സ്പോർട്സ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മത്സരം നടന്നത്. ബ്ലൂ സ്റ്റാർ ക്ലബ് പയ്യന്നൂരിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സ്പോർട്സ് പ്രേമികൾക്കായി ഓപ്പൺ ടു ഓൾ എന്ന രീതിയിൽ സ്പോർട്സ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മത്സരം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ പി സതീശൻ സ്വാഗതവും പി രാജീവൻ നന്ദിയും രേഖപ്പെടുത്തി. ക്വിസ് മത്സരത്തിൽ പിലാത്തറ സ്വദേശിയായ നബീൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. തിരുവനന്തപുരത്തെ രാകേഷ് ടി പി 2ാം സ്ഥാനം കരസ്ഥമാക്കി. ജിനേഷ് കുമാർ, ഷിബിൻ കണ്ണൂർ എന്നിവർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KSKTU കുഞ്ഞിമംഗലം നോർത്ത് വില്ലേജ് സമ്മേളനം പറമ്പത്ത് AKG സ്മാരക വായനശാലയിൽ നടന്നു. യൂണിയൻ ഏരിയ സെക്രട്ടറി AV രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KSKTU കുഞ്ഞിമംഗലം നോർത്ത് വില്ലേജ് സമ്മേളനം പറമ്പത്തെ AKG സ്മാരക വായനശാലയിൽ നടന്നു. യൂണിയൻ ഏരിയ സെക്രട്ടറി AV രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. EV നാരായണൻ അധ്യക്ഷനായി. KV സന്തോഷ്, M പത്മനാഭൻ, M രാജു, C നളിനി, MV അശോകൻ, V ഗീത, KV ജ്യോതിഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.